നമ്മുടെ തൊട്ടടുത്ത രാഷ്ട്രമായ ശ്രീലങ്കയിൽ വലിയ രാഷ്ട്രീയ മാറ്റമാണ് നടന്നിരിക്കുന്നത്. അനുര കുമാര ദിസനായകയാണ് പുതിയ പ്രസിഡന്റ് എന്ന് വ്യക്തമായി. അവിടുത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് ദിസനായക. നമ്മുടെ ഇവിടെ രാഷ്ട്രീയ നേതാക്കളെ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ കേരളത്തിൽ. അതേപോലെ ശ്രീലങ്കയിൽ അദ്ദേഹത്തെ ADK എന്നാണ് അവിടുത്തെ ജനങ്ങൾ വിളിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് ഇടത് ആശയങ്ങൾ മുറുകെ പിടിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് അനുരകുമാര ദിസനായക. വിപ്ലവ നേതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ശ്രീലങ്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ വെല്ലുവിളികൾ ചെറുതല്ല. 2022 വിനാശകരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ശ്രീലങ്കയെ കരകയറ്റുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉള്ളത്. കർശനമായ ചെലവ് ചുരുക്കൽ നടപടികളുടെ ആഘാതം പേറുകയാണ് ആ ദ്വീപ് രാഷ്ട്രം. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ്. വ്യാപകമായ ഭക്ഷ്യ ഇന്ധന ക്ഷാമം ഒക്കെ ആ നാടിനെ ഗ്രസിച്ചിരുന്നു. അങ്ങനെ 2022 ശ്രീലങ്ക വലിയ പ്രതിസന്ധിയിലേക്ക് വീണപ്പോഴാണ് മറ്റു വഴികളില്ലാതെ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ രാജ്യം വിട്ടത്. രാജപക്സെയുടെ സാമ്പത്തിക നയവും തുടർന്നു വന്ന COVID-19 ശ്രീലങ്കയെ മോശമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് നയിച്ചു. 6 തവണ പ്രധാനമന്ത്രിയായിരുന്ന റിനിൽ വിക്രമസിംഗെ രാജപക്സെയെ പുറത്താക്കി പിന്നീട് ഇടക്കാല പ്രസിഡൻ്റായി ചുമതലയേറ്റു. ആ ഇടക്കാല പ്രസിഡൻറ്റിന് കീഴിലാണ് ശ്രീലങ്ക വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. ഇടക്കാല പ്രസിഡൻറ്റും തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. റിനിൽ വിക്രമസിംഗെ പക്ഷേ വിജയിച്ചില്ല. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയി എന്നാണ് കണക്കുകൾ. വിക്രമസിംഗെ അതുപോലെ ദിസനായക എന്നിവർക്ക് പുറമെ പ്രതിപക്ഷമായ സമാഗി ജന ബലവേഗയുടെ സജിത് പ്രേമദാസയും ശ്രീലങ്ക പൊതുജന പെരുമനയുടെ നമൽ രാജപക്സെയും അവിടെ മത്സരരംഗത്തുണ്ടായിരുന്നു. മൊത്തം 38 സ്ഥാനാർത്ഥികളാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മാറ്റുരച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ വിജയം കരസ്ഥമാക്കാൻ ദിസനായകയ്ക്ക് കഴിഞ്ഞത്. ദിസനായക അങ്ങനെ വലിയൊരു സമ്പന്നനും ഒന്നും അല്ല. അദ്ദേഹം കൊളംബോ ജില്ലയിൽ നിന്നുള്ള ഒരു പാർലമെൻറ്റ് അംഗമാണ്. ജനതാ വിമുക്തി പെരുമന എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. നാഷണൽ പീപ്പിൾസ് പവർ എന്ന മുന്നണിയുടെ നേതാവായാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ എത്തിയത്. അങ്ങനെ ആ നേതാവിനെയാണ് ശ്രീലങ്ക പുതിയ ചുമതലകൾ ഏൽപ്പിക്കുന്നത്. 2019 മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഘട്ടത്തിൽ അഴിമതി വിരുദ്ധ പ്രചരണം ആണ് പ്രധാനമായി മുന്നോട്ട് കൊണ്ടുപോയത്. അഴിമതിക്കെതിരെയുള്ള ഒരു ശക്തമായ ഒരു പ്രചരണ പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആയി നമ്മൾ കണ്ടത്. 2024 ഈ ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള നാഷണൽ പീപ്പിൾസ് പവർ മുന്നണിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം വന്നപ്പോൾ ശ്രീലങ്കയിൽ വലിയ മാറ്റമുണ്ടാകും എന്ന് ആണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. സ്കൂൾ കാലം മുതൽ JVPയുടെ ഭാഗമായിരുന്നു ദിസനായക. 1995 അദ്ദേഹം JVPയുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്തി. JVP എന്നാൽ ശ്രീലങ്കയിലെ വലിയ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന സംഘടനയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ സർവകലാശാലകളിൽ അദ്ദേഹം വളരെ ശക്തനായി ഒരു വിദ്യാർത്ഥി നേതാവായി പ്രവർത്തിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി നിലകൊണ്ടു. ഈ 10-24 വർഷം മുമ്പ്, അതായത് ഒരു 2000 സെപ്റ്റംബർ മുതൽ അദ്ദേഹം പാർലമെൻറ്റ് അംഗമാണ്. 2004 മുതൽ 2005 വരെ ഈ കൃഷി, കന്നുകാലി, ഭൂമി, ജലസേചനം ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയായിരുന്നു. 2015 മുതൽ 2018 വരെ പ്രതിപക്ഷത്തിൻ്റെ ചീഫ് വിപ്പായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2014 പാർട്ടിയുടെ 17ാമത്തെ ഒരു ദേശീയ സമ്മേളനത്തിൽ JVP നേതാവായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. ദിസനായക മുദിയൻ സെലാഗെ അനുര കുമാര ദിസനായക എന്നാണ് മുഴുവൻ പേര്. 1968 നവംബർ 24 അദ്ദേഹം ജനിക്കുന്നത്. ശ്രീലങ്കയിലെ ഒരു വടക്കൻ മധ്യപ്രവിശ്യ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അനുരാധപുര ജില്ലയിൽ ആണ് അദ്ദേഹം ജനിച്ചത്.
അവിടെ തമ്പു തേ ഗ്വാമ എന്ന ഒരു ഗ്രാമത്തിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അമ്മ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ഭാര്യ എന്ന നിലയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ, സാധാരണ എന്ന് പോലും പറയാൻ പറ്റില്ല, വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ ബാല്യകാലം ഒക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ തമ്പുദേഗമ ഗാമിനി മഹാവിദ്യാലയത്തിൽ അദ്ദേഹം പഠിച്ചു. പിന്നെ തമ്പുദേഗമ സെൻട്രൽ കോളേജിലും അദ്ദേഹം പ്രാഥമികമായ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ അവിടെ നിന്ന് തന്നെ നേടി. പിന്നീടാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശനം നേടുന്നത്. അപ്പോൾ സ്കൂൾ കാലം മുതൽ തന്നെ ഈ JVPയിൽ ഏർപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ JVPയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ദിസനായിക്. 1987 JVPയിൽ ചേർന്ന് അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. ഇപ്പോൾ 87 അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. ആ സമയം നമുക്കറിയാം, 87 തൊട്ട് 89 വരെ JVP ശ്രീലങ്കയിൽ സായുധ കലാപമൊക്കെ നടത്തുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ ശ്രീലങ്കൻ ഗവൺമെൻറ്റിനെതിരെ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ജനതാ വിമുക്തി വെരുമന അവിടെ ഒരു സായുധ കലാപം തന്നെ നടത്തിയിരുന്നു. അപ്പോൾ 71 മുൻ കലാപം പോലെ അത് വിജയിച്ചൊന്നും ഇല്ല. പക്ഷേ കലാപത്തിൻ്റെ പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ഈ 1987 ഏപ്രിൽ മുതൽ 89 ഡിസംബർ വരെ നീണ്ടു നിന്നു. പക്ഷേ അതൊരു തീവ്രത കുറഞ്ഞ വിപ്ലവമായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അപ്പോൾ JVPയുടെ നേതൃത്വത്തിലുള്ള കലാപകാരികൾ പല അട്ടിമറി ശ്രമങ്ങളൊക്കെ നടത്തി. ആ ഘട്ടത്തിൽ പല കൊലപാതകങ്ങളും അതുപോലെ ചില റെയ്ഡുകളും സൈനിക നീക്കങ്ങളും അതുപോലെ ഒക്കെ പലതരം സിവിലിയൻ ആക്രമണങ്ങളൊക്കെ ആ കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ കലാപം അടിച്ചമർത്താൻ ശ്രീലങ്കൻ സർക്കാരിന് കഴിഞ്ഞു. അവർ അന്ന് അതിന് ഈ വിപ്ലവ പ്രവർത്തനങ്ങൾ ശ്രീലങ്കൻ സർക്കാർ ആരംഭിച്ചു. അത് വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പെരഡേനിയ സർവകലാശാലയിൽ ആണ് ആദ്യം ഇയാൾ എത്തുന്നത്, സർവകലാശാല വിദ്യാഭ്യാസത്തിനായി. പക്ഷേ അവിടെ ദിസനായിക്ക് അധികം തുടരാൻ കഴിഞ്ഞില്ല. കാരണം ഭീഷണി ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് സ്ഥലം വിടേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ കെലാനിയ സർവകലാശാലയിലേക്ക് മാറുകയും അവിടെ നിന്ന് ഈ ഫിസിക്കൽ സയൻസിൽ ബിരുദം നേടി പുറത്തു വരികയും ഒക്കെ ചെയ്തു. അങ്ങനെ 1995 സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ദേശീയ സംഘാടകനായി, പിന്നീട് JVPയുടെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിയമിതനാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ ഉന്നമനം കേന്ദ്രീകരിച്ചായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. സോമവൻസ അമരസിംഗയുടെ കീഴിൽ ഈ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഈ പ്രസ്ഥാനം പതുക്കെ കടന്നു. അതോടുകൂടി JVPയുടെ രാഷ്ട്രീയ സാഹചര്യം മാറി. 1994 ശ്രീലങ്കൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചന്ദ്രിക കുമാരതുംഗയെ അവർ പിന്തുണച്ചു. അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിന് അവർ തയ്യാറെടുത്തു. പിന്നെ അതിനുശേഷവും അവർ ഈ കുമാരതുംഗ ഭരണകൂടത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ 2000 ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആണ് ഇദ്ദേഹം പാർലമെൻറ്റിൽ എത്തുന്നത്. 2001 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വീണ്ടും അദ്ദേഹം അവിടെ ജയിക്കുന്നു. 24 JVP ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നു. 2004 വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രീഡം അലയൻസിൻ്റെ ഭാഗമായി മത്സരിക്കുന്നു. അങ്ങനെ അവർ 39 സീറ്റൊക്കെ ആ ഘട്ടത്തിൽ നേടുന്നു. അങ്ങനെ പാർലമെൻറ്റ് രാഷ്ട്രീയ രംഗത്ത് അവർ കാര്യമായ നേട്ടം ഉണ്ടാക്കുന്നു. 2004 ഫെബ്രുവരിയിൽ ഈ SLFPയും JVPയും സംയുക്ത സർക്കാരുകൾ രൂപീകരിക്കുന്നു. അതിലാണ് ദിസനായികെ കൃഷി, കന്നുകാലി, ഭൂമി, അതുപോലെ ജലസേചനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ വിപ്ലവ വീര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. മന്ത്രിയായി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം രാജിവെക്കുന്നതിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ 2014 ഫെബ്രുവരി 2 JVPയുടെ 17ാമത് ദേശീയ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ അമരസിംഗയുടെ പിൻഗാമിയായി ദിസനായികെ അവിടെ JVPയുടെ പുതിയ നേതാവായി ഉദയം ചെയ്യുകയാണ്. 2015 സെപ്റ്റംബർ മുതൽ 18 വരെ അദ്ദേഹം പ്രതിപക്ഷ ചീഫ് വിപ്പൊക്കെയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 2019 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദിസനായികെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു. അദ്ദേഹം ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് വരുന്നു. അങ്ങനെ ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ട്
എന്ന് അദ്ദേഹം തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് വലിയൊരു പ്രകടനം, മെച്ചപ്പെട്ടൊരു അല്ലെങ്കിൽ വിജയിക്കാനൊന്നും കഴിഞ്ഞില്ല. 3-ാം സ്ഥാനത്തോ മറ്റോ എത്തി അദ്ദേഹം മത്സരിച്ചു എന്നത് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് പക്ഷേ വലിയ പിന്തുണയുണ്ട് ആളുകൾക്കിടയിൽ എന്ന കാര്യം തെളിയിക്കാനൊക്കെ കഴിഞ്ഞു. ഈ JVPയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ മുന്നണിയാണ് ഈ നാഷണൽ പീപ്പിൾസ് പവർ. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ദിസനായകെ എത്തി. അതോടുകൂടി ശ്രീലങ്കയിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് വരികയും ചെയ്തു. ഈ നികുതി പരിഷ്കാരങ്ങളുടെ ഒരു വലിയ വിമർശകനായിരുന്നു ഈ ദിസനായകെ. അദ്ദേഹം ഈ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. ഭരണകൂടങ്ങൾക്ക് എതിരെ, ഭരണകൂടത്തിൻ്റെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എപ്പോഴും ശക്തമായി അദ്ദേഹത്തിൻ്റെ പോരാട്ടം നടത്തുകയൊക്കെ ചെയ്തു. IMFൻ്റെ നിലപാടുകളെയൊക്കെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭക്ഷണം, അതുപോലെ ആരോഗ്യ സേവനങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസ സേവനങ്ങൾ, ഈ തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ ഈ മൂല്യവർധന, നികുതി ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം എന്നും വലിയ പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് വെച്ചു. ജീവിത ചെലവ് കുറയ്ക്കാൻ അദ്ദേഹം അതിനുവേണ്ട സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സമ്പന്നരുടെ നികുതി വർദ്ധിപ്പിക്കണം എന്ന നിലപാടെടുത്തു. അതേസമയം അവരുടെ ബിസിനസ്സുകളെ പിന്തുണയ്ക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ സാമൂഹിക ക്ഷേമ ഗ്രാൻറ്റുകൾ വർദ്ധിപ്പിക്കണം എന്ന നിലപാടെടുത്തു. അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വിപ്ലവ നേതാവിനെയാണ് ശ്രീലങ്ക അതിൻ്റെ രാഷ്ട്രീയ അമരത്തേക്ക് വീണ്ടും നിയോഗിക്കുന്നത്. ആ മാറ്റം ശ്രീലങ്കയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുമായി വലിയ അടുത്ത ബന്ധം ശ്രീലങ്ക തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാരണം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശ്രീലങ്കയുടെ സ്ഥാനം വളരെ തന്ത്രപ്രധാനവും നിർണായകവുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയുമായുള്ള ബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പൊതു സാഹചര്യത്തെ സംബന്ധിച്ചുമൊക്കെ ഇന്ത്യക്ക് ശ്രീലങ്കയിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒന്നാണ്. അതുകൊണ്ട് പുതിയ സർക്കാർ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.